സത്യത്തിൽ ഇന്ന് രാവിലെ നമ്മുടെ ഓങ്ങല്ലൂരിലെ ആ പാടത്ത് റോഡ് പണി പാലം പണി നടക്കുന്നിടത്ത് കണ്ട ഒരു ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും അത് കാണിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ കുറച്ച് നേരമായി നമ്മളെല്ലാവരും കാണുന്നുണ്ട്. വളരെ ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അതൊന്ന് നേരിൽ കാണാൻ വേണ്ടി വന്നതാണ്. നിലവിലുള്ള അപ്രോച്ച് റോഡ് പൊട്ടിച്ചിട്ടാണ് ഇന്നലെ രാത്രിയിലെ മഴയിലുണ്ടായ അപ്പുറത്ത് ഈ പാടത്തിൻ്റെ ആ ഭാഗത്ത് മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. സത്യത്തിൽ ഇപ്പോൾ ഞാൻ മാധ്യമക്കാരോട് ചോദിക്കുകയായിരുന്നു, എന്താണ് ഇതിൽ പറയുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും എത്തി നിൽക്കുന്നത്. ജനങ്ങളുടെ ജീവിതം വലിയ ദുരിതത്തിലാണ്. ഞാനിതിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങളും അനാസ്ഥകളും അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നിലവിൽ ഇനി ഒരു തവണ കൂടി മഴ ഇന്നലെ രാത്രി പെയ്ത പോലെ ഒന്നും കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനജീവിതം വലിയ ദുസ്സഹമാവും. ഇന്നലെ രാത്രിയിലെ മഴയിൽ ഇവിടെ വെള്ളം കെട്ടി നിന്നതിൽ തന്നെ ഏകദേശം 10ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇനിയെങ്കിലും നമ്മൾ നാട്ടിലെ അവസ്ഥകൾ കണ്ട് അതിന് എന്താണ് ഒരു കൃത്യമായി ആരെയും വലിയ ദ്രോഹത്തിലാക്കാതെയുള്ള ഒരു വഴി എന്നുള്ളത് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് എല്ലാവരും സ്വന്തം ഇഷ്ടത്തിനുള്ള ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതിൽ നിന്നൊക്കെ മാറി ഇതിനെ ഒന്ന് ജനങ്ങളുടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളോട് പറയാനുള്ളൂ. കിഫ്ബിയുമായി ബന്ധപ്പെട്ട PWDയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ഏതാനും സമയത്തിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അവരും ഇത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ തരണം ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആലോചനയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ജനങ്ങളുടെ ഈ ഒരു യാത്ര ഇതിപ്പോൾ ഒരു ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ആളുകളുടെ മാത്രം വിഷയമല്ല, പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ഒരു പ്രധാന സംസ്ഥാന പാത കൂടിയാണ് ഇത്. അപ്പോൾ ആ ഒരു യാത്ര കൂടി മുടങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ കൂടി നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ടതുണ്ട്. അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും അധികൃതരെടുക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ മറ്റൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അധികൃതരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനോടൊപ്പം നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകും എന്നുള്ളത് മാത്രം പറയുന്നു. ഇത് ഇത്രയും ഭീകരമാണ്. ആളുകളോട് പറയാനുള്ളത് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധ നമ്മളെല്ലാവരും ഇതിൽ കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഈ ഭാഗത്തേക്ക് വിടുന്നവർ ഒരു വീട്ടുകാർ പ്രത്യേക ശ്രദ്ധ അതിൻ്റെ മുകളിൽ കൊടുക്കണമെന്നും അവരുടെയൊക്കെ ജീവൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ അങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇത്രയും നിറഞ്ഞൊഴുകുന്ന തോടിൻ്റെ സൈഡിലൂടെയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. എന്തായാലും ഇതിനൊരു അവസ്ഥയ്ക്ക് അറുതി വരുത്താനുള്ള തീരുമാനങ്ങളെ എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് മാത്രം അറിയാം. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.